ആണ് ഇതെല്ലാം. ഇത് നമുക്ക് ഇത് വളർത്തുന്നത് മറുവൻ എന്ന് പറഞ്ഞ ആളാണ് ഇവരാണ് നട്ട് വളർത്തുന്നത്. നിങ്ങളുടെ പേര് മറുവനല്ലേ? നിങ്ങൾ ബാനത്ത് പറമ്പത്ത് പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള ഒരു വൈദ്യരാഴ്ച ആയ ആളാണ് ഇവർ ഔഷധങ്ങളൊക്കെ നട്ട് വളർത്തുന്നത്. ഇതൊക്കെ ഇവർ ഔഷധങ്ങളാണ്. ഇവരൊക്കെ ഔഷധങ്ങളുണ്ട്. ഇത് നമ്മളെ ശതാവരി കിഴങ്ങ് കൊണ്ടോ ഇതൊക്കെ ഉണ്ട്. ഇവർ നമുക്ക് അടപദ്യം കിഴങ്ങുണ്ട്. ഇപ്പോൾ നമ്മളെ മാതാനാരങ്ങ ഞാൻ അവരോട് വാങ്ങിയെന്ന് കൊണ്ടാണ്. അപ്പോൾ മാതളനാരങ്ങ ഞാൻ വാങ്ങി. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, മാതളനാരങ്ങ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ നട്ടു വളർത്തുന്നതാണ് മാതളനാരങ്ങ. പൂജയ്ക്ക് ഗണപതി ഹോമത്തിനെല്ലാം കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഞാൻ മാതളനാരങ്ങ വളർത്തിൻ്റെ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ മാതളനാരങ്ങ ഇപ്പോൾ അന്യം വന്ന് പോകുന്ന നാരങ്ങയായത്. ഇത് നാളെ കർക്കിടക മാസത്തിലെ ഗണേശത്തിൻ്റെ ചതുർത്ഥിയിൽ കോവിലിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗണേശൻ്റെ മാസത്തേക്കിലെ 2 വെളുത്ത കറുത്ത ചതുർത്ഥി ഹോമമുണ്ട്. അപ്പോൾ അതിന് ഒരു സ്ഥലത്തേക്ക് ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ ഗ്രൂപ്പിലിട്ട്. അങ്ങനെ നമ്മളെ പിന്നെ കദളിമനം ഗ്രൂപ്പിലെ ഒരാൾ നമ്മളെ മാഷെ അനിത പറഞ്ഞതാണ് ഇത് ഇവരുടെ വീട്ടിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇത് ഇങ്ങോട്ട് വന്നത്. ഇത് ഫുള്ള് മതനാരങ്ങയാണ്. ഇതെല്ലാം മതനാരങ്ങയാണ്. മാതളനാരങ്ങയാണ്. 2 എണ്ണം ഉണ്ടാകും. ഇരട്ടെല്ലാം അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞോ, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ എന്തെല്ലാം മരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ? മരുന്നെല്ലാം മരുന്നുണ്ട്. അടപദ്യം കേൾക്കുന്നുണ്ട്, ശതാവരി ഉണ്ട്, ഏകനായകമുണ്ട്. കുറച്ചെല്ലാം അപ്പുറമില്ല. അതിലുണ്ട് കുറേ ചെടികളെല്ലാം ഉണ്ട് ഇടാം. അപ്പോൾ ഇവരെ വീടിടാം. അപ്പോൾ നമ്മളെ മോഹന മാഷ ഭാര്യയുടെ പേരുന്നത് അജിത. അപ്പോൾ മോഹന മാഷ ഭാര്യ ബാനത്തെ അജിത എന്നോട് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ മുന്തിരി മാതളനാരങ്ങ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഗ്രൂപ്പിൽ വേണ്ടവർ നമുക്കിന്ന് മാതളനാരങ്ങ കൊണ്ടുപോവാം. അച്ചാറാക്കാം. നമുക്ക് ഒരുപാട് ഇല്ലതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നേ വാങ്ങി. നമുക്കതെല്ലാം അച്ചാറാക്കിയിട്ട് നമുക്കിത് അഷ്ടരസമാണ് ഇതിലില്ല. ഗണപതി ശുക്രനാണ് കൊണ്ടാണ്. ശുക്രനെ കൊണ്ടല്ല ഗണപതിയെ നമ്മൾ പൂജിക്കുന്നത്. അപ്പോൾ രജോഗുണം. അപ്പോൾ നമുക്ക് ഭൗതിക സുഖങ്ങൾ, നല്ല സാധനമാണ്. ഭൗതിക സുഖങ്ങളെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഗണപതിയുടെ ശുക്രനെ കൊണ്ട് പൂജിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തെല്ലാം വേണം? രജോഗുണ സംഭവമായ തേൻ വേണം, കദളിപ്പഴം വേണം, കരിമ്പ് വേണം, മുന്തിരിങ്ങ വേണം, അതെല്ലാം വേണം. ഇതെല്ലാം രജോഗുണപരമായ കരിമ്പുണ്ട്. പിന്നെ ഇത് വേണം, ഇത് കറുകപ്പുല്ല് വേണം. ഇതെല്ലാം രജോഗുണപരമായ സംഭവമാണ്. ഇതൊക്കെ അതാർക്കും അറിയില്ല സംഭവം. ദേവനെ ത്രിഗുണവായിച്ച് ദേവനുണ്ട്. അപ്പോൾ ശുക്രനെ കൊണ്ടുള്ള ഗണപതി രജോഗുണപരമായ ആണ് ഗണപതി. അപ്പോൾ അതുകൊണ്ട് ഗണപതി എല്ലാം നമുക്ക് ഇപ്പോൾ നല്ല ബോംബെയിൽ കാണുന്നതല്ല, എല്ലാം ബിസിനസ്സാറില്ല. അവരെല്ലാം കൊങ്ങണിമാരെല്ലാം ഗണപതിയുടെ ആളില്ല, അവരെല്ലാം ബിസിനസ്സാറില്ല, ബുദ്ധിയില്ല. മുസ്ലിംസും വെള്ളിയാഴ്ചയാണ് ശുക്രൻ്റെ ദിവസം. അതൊക്കെ ഗണപതി എല്ലാം ഇങ്ങനെയാണ്. അതിൻ്റെ കൊങ്ങണിമാരൊക്കെ ഗണപതി പൂജ ചെയ്യുന്ന ആളാണ്. അവർക്കെല്ലാം കച്ചവടക്കാരാണ്, ബുദ്ധി കൊണ്ട് കളിക്കുന്നവർ. അപ്പോൾ രജോഗുണമാണ് ഇത് സംഭവം. അതുകൊണ്ട് നമുക്ക് മാതാനാരങ്ങ വേണമെങ്കിൽ ആയിരിക്കും എന്നോട് പറഞ്ഞോ, നമുക്ക് എത്തിക്കുന്നതായിരിക്കും. ശരി കേട്ടോ. എന്നാൽ ഓക്കെ.